കറുപ്പം വെളുപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ ഇക്കിളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു തലവേദന ഇന്നലെ ഏകദേശം തീർന്നതേ ഉള്ളൂ. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതിൻ്റെ മറുപടിയും അത് ഏകദേശം ഒന്നടങ്ങിയ രീതിയിലാണ്. ഇപ്പോൾ ഇതാ വീണ്ടും അടുത്തത് ഉയർന്നു വന്നിരിക്കുന്നു. അത് ആരോപണമല്ല, പോലീസ് കേസാണ്. ഇപ്പോൾ എല്ലാ ജോലിക്കും അടിസ്ഥാന യോഗ്യതയായിട്ട് +2 ആണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ +2 പാസ്സാകാൻ പറ്റാത്തവർക്ക് 6 മാസം കൊണ്ട് +2 എഴുതി പാസ്സാവും. കേരള ഗവൺമെൻറ്റും PSC അംഗീകരിച്ചാണ്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഗ്രൂപ്പ് മാറ്റി എഴുതാം. എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ലാംഗ്വേജ് പോയിട്ട് ബാക്കി എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷ് നിർബന്ധമല്ല. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു യുവ വനിതാ ഡോക്ടറുടെ പരാതിയാണ് വേടനെതിരെ. വേടൻ വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ തിരിച്ചു വരികയാണ്. വേടൻ്റെ പരിപാടികളിലൊക്കെ വളരെ നല്ല സ്വീകാര്യതയും വേടന് നല്ല പ്രതിഫലമൊക്കെ കിട്ടിത്തുടങ്ങി. ഇപ്പോൾ ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്നത് 2021 തൊട്ട് 2023 വരെ സ്വന്തം വീട്ടിൽ വന്ന്, കോഴിക്കോടുള്ള സ്വന്തം വീട്ടിൽ വന്ന് വേടൻ പീഡിപ്പിക്കുകയായിരുന്നു. ചോദിക്കാനുള്ളത്, വീട്ടിന് താക്കോലും കൂട്ടൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത്. കോടതി തന്നെ പല പ്രാവശ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു എന്ന പരാതികളുമായിട്ട് കോടതിയിലോട്ട് വരരുത്. കാര്യം യാതൊരു മെരിറ്റും ഇല്ല. കാര്യം കൺസെൻസോടെ രണ്ടുപേരുടെ ഉഭയസമ്മതത്തോടെ നടത്തുന്ന ലൈംഗിക ബന്ധങ്ങളാണ് പിന്നീട് ബലാത്സംഗവും പീഡനവുമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്. പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബലാത്സംഗം നടന്നിട്ടുണ്ടെങ്കിൽ ഉടനെ FIR ഇടുക, അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോവുക. വനിതാ കമ്മീഷനുണ്ട്, വനിതാ സെല്ലുണ്ട്. എന്തുമാത്രം ഒരു 25 വർഷത്തിന് മുമ്പേ ആണെങ്കിൽ ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ വനിതാ സെല്ലുണ്ട്, വനിതാ പോലീസ് സ്റ്റേഷനുണ്ട്, വനിതാ പോലീസുകാരുണ്ട്, എന്തെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്, എന്തെല്ലാം ഈ കുട്ടിക്ക് തന്നെ മെഡിക്കൽ കൗൺസിലുണ്ട്, എന്തെല്ലാം സാമൂഹ്യ സുരക്ഷ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും സൗകര്യത്തിന് നടത്തുന്ന ഒരു കാര്യം പിന്നീട് ഒരു ഭാഗത്തിന്റെ പീഡനമായിട്ടും ഒരു ഭാഗത്തിന്റെ ബലാത്സംഗമായിട്ടും ചിത്രീകരിക്കപ്പെടുമ്പോഴത്തേക്ക് വിക്ടിമൈസ് ചെയ്യപ്പെടുകയാണ്. വേടൻ പ്രതികരിച്ചിട്ടുണ്ട്. വേടൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോകുമെന്ന്. പക്ഷേ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ചിട്ട് മുൻകൂർ ജാമ്യം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഒരു സ്ത്രീയുടെ പീഡന പരാതി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താനുണ്ട്, പൊട്ടൻസി ടെസ്റ്റ് നടത്താനുണ്ട്, അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഈ പ്രൊസീജിയേഴ്സ് എല്ലാം കസ്റ്റഡിയിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. പോലീസിൽ നിന്നും അന്യായമായിട്ടുള്ള പീഡനം കിട്ടും എന്നുള്ള പേടിയുള്ള സമയത്താണ് ഇത്തരം കാര്യങ്ങളിൽ ഹൈക്കോടതി ഇടപെടുകയും ഹൈക്കോടതി കീഴ്ക്കോടതിയിൽ നിന്ന് ജാമ്യം കൊടുക്കാൻ പറയും. കോടതി സാധാരണഗതിയിൽ ഹൈക്കോടതി നേരിട്ട് ഇത്തരം കേസുകളിൽ ജാമ്യം കൊടുക്കാറില്ല. കീഴ്ക്കോടതി ജാമ്യം നിഷേധിക്കുന്ന കേസുകളിൽ മാത്രമേ ഹൈക്കോടതി ജാമ്യം കൊടുക്കാറുള്ളൂ. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൺസേൺഡ് കോടതിയിൽ, എറണാകുളം കോടതിയിലാണെങ്കിൽ അവിടെ ഹാജരായിട്ട് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലാണ് പരാതി പോയിരിക്കുന്നത്. അതിൻ്റെ അധികാരപരിധിയിലുള്ള കോടതിയിൽ കീഴടങ്ങുമ്പോഴത്തേക്ക് ഇത്ര രൂപയുടെ ജാമ്യം കൊടുക്കണം എന്നുള്ള കാര്യം കോടതി നേരത്തെ ആ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള മജിസ്ട്രേറ്റിനോടോ അല്ലെങ്കിൽ സെഷൻസ് ഒഫൻസ് ആയതുകൊണ്ട് സെഷൻസ് ജഡ്ജിയോടോ ആവശ്യപ്പെടും. അപ്പോൾ ഈ കുട്ടിയുടെ പരാതിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് 2021 തൊട്ട് 2023 വരെ പീഡിപ്പിക്കുമെന്ന്, ജൂലൈ 31 വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പ്രത്യേകിച്ച് അയാൾ ഒരു യുവ ഡോക്ടറും കൂടെയാണ്. അപ്പോൾ ഇതൊരു അഫയർ ആയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ പീഡനം, ബലാത്സംഗം എന്നൊക്കെ പറയുന്നത് നിയമവ്യവസ്ഥയെ വ്യഭിചരിക്കലാണ്. യഥാർത്ഥത്തിൽ അതൊരു ഡൈവേർഷനാണ്. അപ്പോൾ ഇതിനകത്ത് വേടനെതിരായിട്ട് വേടൻ അറസ്റ്റ് നേടേണ്ടി വരുമായിരിക്കാം, 14 ദിവസം കസ്റ്റഡിയിൽ പോകേണ്ടി വരുമായിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജാമ്യം കിട്ടും. വേടൻ്റെ ആ പ്രൊഫഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന അതിൻ്റെ പുറകെ നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ അയാളുടെ കരിയറിൽ ബ്ലോസം ചെയ്ത് വരുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് പലരും അതിനെ പല ഫണ്ടുകളും വരും അതിനെ ഇല്ലാതാക്കാനും നശിപ്പിക്കാനും ഒക്കെ. അങ്ങനെയുള്ള, ഇല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള താല്പര്യമായിരിക്കാം, എന്താണെന്ന് അറിയത്തില്ല. കുട്ടിയുടെ മനസ്സിൽ ഇനി വരാനുള്ളതേ ഉള്ളൂ. എന്തായാലും വേടൻ അറസ്റ്റിലേക്കാണ്. ഇന്നോ നാളെയോ വേടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ കാത്തിരിക്കുക. ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള യൂട്യൂബിൻ്റെ ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ ദിവസമാണ്. 1000 സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി, നമസ്കാരം.